ഗൈസ്, വീണ്ടും കല്ലൂസ് വീഡിയോയിലെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ അച്ഛമ്മയുടെ വീട്ടിലുണ്ടായിരുന്ന എൻ്റെ അമ്മ, ഞാൻ അച്ഛമ്മേനെ വിളിക്കുന്ന അമ്മയെന്നാണ്, അമ്മയുടെ വീട്ടിൻ്റെ ചെടികളെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ല അതിൻ്റെ ബാക്കി ചെടികളെ പറ്റിയാണ്, അതിൻ്റെ ഔഷധ ഗുണങ്ങളെ പറ്റിയാണ്. അല്ലാതെ അതിന് എത്രത്തോളം അതിൻ്റെ ഉപയോഗം എന്താണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വാർത്തകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടാനായി ആ സൈഡിലുള്ള ബെല്ലൈക്കൺ നിങ്ങൾ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ചെടികളുടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ചെടികളുടെ പേരൊന്നും എനിക്ക് അറിയത്തില്ല, അമ്മയ്ക്കും അറിയത്തില്ല. ഞാൻ അമ്മയോട് ചോദിച്ച് കുറച്ചൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ളൂ. അതിൻ്റെ ഔഷധ ഗുണങ്ങളും ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെടികൾ അമ്മയ്ക്ക് തന്നെ അറിയില്ല, അമ്മയ്ക്ക് തന്നെ അറിയില്ല, എനിക്കും അറിയില്ല, അച്ഛനും അറിയില്ല, ആർക്കും അറിഞ്ഞൂടാ. അതുകൊണ്ട് അമ്മ പറഞ്ഞു അതിന് ചെടിയെന്ന് തന്നെ അങ്ങ് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. കം ഓൺ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നായിരുന്നു നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടെ തൊട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള ചെടികളെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വന്നിട്ടുള്ളത് ഇതെല്ലാവർക്കും അറിയാം, മുളകാണ്. ഇത് മുളകാണ്, എല്ലാവർക്കും അറിയാം. ചിലവരുടെ വീട്ടിലൊക്കെ കാണാറും കാണും ഈ മുളക്. ഇതിൽ കായൊന്നും വന്നിട്ടില്ല. കായ വല്ലതും വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമായിരുന്നു. കായൊന്നും വന്നിട്ടില്ല. ഇത് മുളകാണ്. അപ്പോൾ ഞാൻ അടുത്തത് വരുന്നത്, ഇത് നേരത്തെ കാണിച്ചത് തന്നെ വഴുതനങ്ങയുടെയാണ്, കത്രിക്കയുടെയാണിത്. വഴുതനങ്ങയുടെ അല്ല, കത്രിക്കയുടെ. അപ്പോൾ കത്രിക്ക ഇതെന്ന് പറഞ്ഞാൽ റോസാപ്പൂവാണ്. റോസയുടെ ഏറ്റവും മുകളിൽ നിൽപ്പുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒന്ന് വെയിറ്റ് ചെയ്യണം. എൻ്റെ മുകളിൽ ഇവിടെ റോസ് നിൽപ്പുണ്ട്. അവിടെ നിൽപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അവിടെ സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോൾ അത് വെയിലായതുകൊണ്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ആ റോസപ്പം ഞാൻ നല്ലതുപോലെ കാണിച്ചു തരാം. വെയിലൊക്കെ താന്നു നല്ല ഇതായിട്ട് വരും, നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്തത് ഈ പൂ നല്ല ഭംഗിയാണ് കേട്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ പേര് അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഇതിൻ്റെ പേര് അമ്മ ചെടി എന്നാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. അമ്മയ്ക്കും അറിയില്ല, എനിക്കും അറിയില്ല. അപ്പം ഈ പൂ നല്ല ഭംഗിയുണ്ടല്ലേ. ഈ പൂവിന് നല്ല രസമാണ്. ഇത് രാവിലെ ആകുമ്പോൾ നല്ല വിരിഞ്ഞിരിക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. അടുത്തത് ഞാൻ വന്നിട്ടുള്ളത് മുല്ലപ്പൂവിനെ പറ്റി പറയാനാണ്. മുല്ലപ്പൂ സാധാരണ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു സാധനമാണ് മുല്ലപ്പൂ. അത് വളരെ നല്ലതാണല്ലേ. മുല്ലപ്പൂ വളരെ നല്ലതാണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് തലയിൽ വെക്കാനായിട്ടൊക്കെ യൂസ്ഫുള്ളാണ് നമ്മുടെ മുല്ലപ്പൂ. ഇത് മുളക്. വീണ്ടും മുളകിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം മുളക് വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇതിനകത്ത് മുളകൊന്നും ഇല്ല, ഒന്നും വന്നിട്ടില്ല. അടുത്ത ഇത് മുളകാണ് കേട്ടോ. ഇത് നമ്മുടെ ഉണ്ടമുളകാണെന്ന് തോന്നുന്നു. ഉണ്ടമുളകെന്ന് പറയും ഇവിടെ ഉള്ളവർ. കണ്ടേ, ഉണ്ടമുളകല്ലെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങൾക്ക് ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിക്കാം. കണ്ടോ നിങ്ങളെല്ലാവരും. അടുത്തത് ഞാൻ വന്നിട്ടുള്ളത് രാമതുളസിയെ പറ്റി പറയാൻ. രാമതുളസി വളരെ യൂസ്ഫുള്ളാണ്, വളരെ ഔഷധ ഗുണമുള്ളതാണ് ഈ രാമതുളസി. അതിൻ്റെ പൂവുണ്ടോ നിങ്ങൾ? രാമതുളസി വളരെ യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ മണം തന്നെ ഡെഫിനറ്റ്ലി നല്ല സൂപ്പറാണ്. നമ്മുടെ മൂക്കിൽ കയറുമ്പോൾ തന്നെ നമുക്ക് മത്തടിച്ചതുപോലെ ആവും, അത്രയ്ക്ക് നല്ല മണമുള്ളതാണ് നമ്മുടെ രാമതുളസി. രാമതുളസി വളർന്നു വരുന്നതുകൊണ്ട് കുഞ്ഞു രാമതുളസി. അടുത്തെന്ന് പറഞ്ഞാൽ കരിവേപ്പില ഒരു വീട്ടിൽ അത്യാവശ്യം കാണേണ്ട ഒരു സാധനമാണ് കരിവേപ്പില. അപ്പം കരിവേപ്പില ഇവിടെ കൂടുതലും കരിവേപ്പില ഉണ്ട്. കാണാം കരിവേപ്പില. ഇത് കരിവേപ്പിലയുടെ കുഞ്ഞതിന് വളർന്നു വരുന്നതുകൊണ്ടാണ് അങ്ങനെ. ഈ പൂവിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല, പക്ഷെ ഇവിടെ ഫുള്ളത് നിറഞ്ഞ് നിൽപ്പുണ്ട്. കണ്ടോ നിങ്ങൾ, പൂവൊക്കെ ഇങ്ങനെ ഇവിടെ നിറഞ്ഞിങ്ങനെ നിൽക്കുന്നതുണ്ടോ? അവിടെ ഫുൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത് വന്നിട്ടുള്ളത് റംബൂട്ടാനെ പറ്റി പറയാനാണ്. റംബൂട്ടാൻ ഇതാണ് റംബൂട്ടാൻ്റെ മരം. റംബൂട്ടാൻ്റെ സീസൺ ആയിട്ടില്ല, അതുകൊണ്ടാണത് കാണിച്ചു തരാൻ പറ്റാത്തത്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിത്ത്, അതായത് ചങ്ങനാശ്ശേരിയിൽ നിന്ന്
ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോട്ടയത്തു നിന്ന് കൊണ്ടുവന്ന വിത്ത് ഞങ്ങൾ ഇവിടെ കൊണ്ട് ഇട്ടിട്ട് വലുതായതാണിത്. പക്ഷെ അതിൻ്റെ സീസൺ ആയിട്ടില്ല, ഇതുവരായിട്ടത് മുളച്ചിട്ടില്ലായിരുന്നു. സീസൺ ആകുമ്പോഴേ അത് മുളയ്ക്കത്തുള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് അടുത്തത് വീട്ടിലേക്ക് പോകാം. ഇത് പേരയ്ക്ക ചിലവരുടെ വീട്ടിലൊക്കെ കാണും. പേരയ്ക്ക നല്ല ടേസ്റ്റ്ഫുൾ ആണല്ലേ. ഇവിടെ പേരയ്ക്ക ഉണ്ടായിരുന്നു, അത് വെട്ടിക്കളയാണ് ചെയ്തത്. അപ്പം ഇത് വളർത്താൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിരിക്കുന്ന ഈ പേരയ്ക്കയുടെ ഒരു യൂസ്ഫുൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ചായ ഇതൊക്കെ ഇടുമ്പോൾ ചായയല്ല കട്ടൻ ചായയൊക്കെ ഇടുമ്പോൾ അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് കട്ടൻ ചായ ഇട്ട് കുടിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പം നമ്മുടെ അമ്മ എപ്പോഴും പറിച്ചുകൊണ്ട് പോകും ചെയ്യാനായിട്ട്. അപ്പം ഞാൻ അടുത്തത് വന്നിട്ടുള്ളത് ശീമച്ചക്കയെ പറ്റിയാണ്. ശീമച്ചക്ക എന്ന് പറയുമ്പോൾ വളരെ ടേസ്റ്റ്ഫുള്ളാണ്. നമ്മൾ വായി ഇടുമ്പോൾ തന്നെ അത് അലിഞ്ഞ് ചേർന്ന് പോകും. അത്രയ്ക്ക് ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ശീമച്ചക്ക. അപ്പം അതിൻ്റെ ചെടിയാണിത്, അതിൻ്റെ മരമാണ് ഇത്. ഇത് കണ്ടോ, ഫുള്ള് മരം. ഇതാണ് എൻ്റെ മരത്തിൻ്റെ ഇലയൊക്കെ. അപ്പോൾ അടുത്തത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചീര വളരെ നല്ലതാണല്ലേ. കളറ് വരും, അല്ലാതെ തന്നെ മുഖക്കുരുവൊക്കെ പോകാൻ നല്ലതാണ്. ഇതൊക്കെ ചീരയാണ് കേട്ടോ. ചീര. ഇത് മുളക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് കത്രിക്ക അമ്മ അരി എടുക്കാൻ വേണ്ടിയിട്ട്, കത്രിക്ക നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കത്രിക്ക ഇത് അമ്മ അരി എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അടുത്ത ഞാൻ പറഞ്ഞത് വളരെ ഇതിൽ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് നല്ല ഔഷധ ഗുണമുള്ളതായിട്ട് അമ്മ ഇവിടെ നട്ടിട്ടുള്ളത് കോവയ്ക്കാണ്. കാരണം കോവയ്ക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, അതെന്താണ് ഔഷധ ഗുണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ വലിയവർക്കൊക്കെ നല്ലതുപോലെ അറിയാം കോവയ്ക്കയുടെ ഔഷധ ഗുണം എന്താണെന്ന്. നമ്മുടെ ഷുഗറുള്ളവർ, ഭയങ്കരമായിട്ട് ഹൈ ആയിട്ടുള്ളവർ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗറൊക്കെ ലോ ആകാനായിട്ടും നമുക്ക് ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാനായിട്ടും ഒക്കെ യൂസ്ഫുള്ളാണ് നമ്മുടെ ഈ കോവയ്ക്ക. അപ്പോൾ അടുത്തത് ഞാൻ വന്നിട്ടുള്ളത് സ്റ്റാർ ഫ്രൂട്ടാണ്. സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ഒരു ഫ്രൂട്ട് പോലെ തന്നെ ഇരിക്കും. അത് മുറിക്കുമ്പോൾ കൃത്യം സ്റ്റാർ കണക്ക് തന്നെ വരും. അതുകൊണ്ടാണ് അതിനെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഉള്ളവരെല്ലാവരും സ്റ്റാർ ഫ്രൂട്ട് എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളവിടെ ഒന്നുമില്ല, ഇത് കണ്ടിട്ടൊന്നുമില്ല. ഇതാണ് അതിൻ്റെ മരം. ഇതിപ്പം അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ അത് 1 or 2 വെച്ചായിരുന്നു, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. 1 or 2 ഇതുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അതിൻ്റെ മരം തന്നെയാണ്, ഇത് സെയിമാണ്. പക്ഷേ ഇതിനകത്തൊന്നും വന്നിട്ടില്ല, എൻ്റെ സീസണൊന്നും ആയിട്ടില്ല. ആദ്യം ഞങ്ങളിവിടെ വന്നതൊക്കെ കുഞ്ഞായിരുന്നു, പിന്നെ ആയിരിക്കും അത് വലുതായിട്ട്. എനിക്ക് സ്കൂളിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്ന് അമ്മയുടെ കൊടുത്തപ്പോൾ അമ്മ നട്ടതാണ് ഇവിടെ. അടുത്ത ഞാൻ വന്നിട്ടുള്ളത് പിന്നെന്താ, കമ്പിളി നാരങ്ങ. ഇവിടെ ഉള്ളവർ ബമ്പിളി നാരങ്ങ എന്ന് പറയും. അവിടെ ഉള്ളവരൊക്കെ കമ്പിളി നാരങ്ങയെന്ന്, ഇവിടെ ഉള്ളവർ ബമ്പിളി നാരങ്ങ എന്നാണ് പറയുന്നത്. അപ്പോൾ കമ്പിളി നാരങ്ങയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുമോ, ഞാനതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ കലൂസ് വീഡിയോയുടെ അടുത്തൊരു എപ്പിസോഡിനായിട്ട് നിങ്ങൾ വീണ്ടും കാത്തിരിക്കുക. ഞാൻ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കനും കൂടെ ഞെക്കുക. ബൈ.